നമസ്കാരം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരുവനന്തപുരം താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ വൻ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. എന്നാൽ ഈ സമരത്തെ തുടർന്ന് നഗരത്തിൽ കടുത്ത ഗതാഗതക്കുരുക്ക് രൂപപ്പെടുകയും പരിസരത്തെ പ്രധാന റോഡ് പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തതോടെ ഒരു യുവതി പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഇത് സമരസ്ഥലത്ത് വലിയ നാടകീയ രംഗങ്ങൾക്ക് കാരണമായി. അടിയന്തരമായി രോഗികളുമായി പോകേണ്ട ആംബുലൻസുകൾക്കും മറ്റു വാഹനങ്ങൾക്കും കടന്നു പോകേണ്ട പ്രധാന റോഡ് തന്നെ തടഞ്ഞുള്ള പ്രതിഷേധത്തെ യുവതി ശക്തമായി ചോദ്യം ചെയ്തു. പ്രതിഷേധങ്ങൾ നടത്താൻ ഗാന്ധി പാർക്ക് പോലുള്ള മറ്റ് പൊതുസ്ഥലങ്ങൾ നഗരത്തിലുണ്ടായിട്ടും എന്തിനാണ് ജനങ്ങളെയും രോഗികളെയും ബുദ്ധിമുട്ടിച്ച് റോഡിന് നടുവിൽ പരിപാടി നടത്തുന്നതെന്ന് അവർ ചോദിച്ചു. ദീർഘദൂര യാത്ര കഴിഞ്ഞു വരുന്നവരും സാധാരണക്കാരുമായ നിരവധി ആളുകൾ മണിക്കൂറുകളോളമായി ഈ കനത്ത ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. സമരം കാരണം വഴിയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ക്യാമറകൾക്ക് മുന്നിൽ മാത്രം സംസാരിക്കാതെ തന്നോട് നേരിട്ട് മറുപടി പറയാൻ തയ്യാറാകണമെന്നും അവർ പ്രതിഷേധക്കാരോട് ആവശ്യപ്പെട്ടു. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഒരു വണ്ടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വലിയ ഗതാഗതക്കുരുക്ക് റോഡിലുണ്ടെന്നും അവർ വ്യക്തമാക്കി. നല്ല കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാകരുതെന്നും താൻ പറയുന്നത് ശരിയാണോ എന്ന് അവിടെയുള്ള ജനങ്ങളോട് തന്നെ ചോദിക്കണമെന്നും അവർ പറയുന്നുണ്ട്. ഡൽഹി NSS യൂണിയന്റെ പരിപാടിക്കിടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും സുരേഷ് ഗോപിയും സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനു പുറമെ മുഖ്യമന്ത്രി VD സതീശൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ജി സുകുമാരൻ നായർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തലസ്ഥാന നഗരത്തിൽ NSS പ്രകടനം നടത്തിയത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച നഗരത്തിലെ പ്രധാന പാതകളിലൂടെ കിഴക്കേക്കോട്ട വരെയായിരുന്നു പ്രകടനം സംഘടിപ്പിച്ചത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS വൈസ് പ്രസിഡന്റുമായ M സംഗീത് കുമാറാണ് ഈ ഐക്യദാർഢ്യ പ്രകടനത്തിന് നേരിട്ട് നേതൃത്വം നൽകിയത്. ഈ പ്രകടനം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടനയ്ക്കോ നേതാവിനോ എതിരല്ലെന്നും മറിച്ച് തങ്ങളുടെ ജനറൽ സെക്രട്ടറിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമാണെന്നുമായിരുന്നു NSS നേതൃത്വം വ്യക്തമാക്കിയത്. എന്തായാലും തങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിനായി ശബ്ദമുയർത്തിയ യുവതിയുടെ കടുത്ത പ്രതികരണത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരും യുവതിയെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ന്യൂഡൽഹിയിൽ NSS ഡൽഹി യൂണിയൻ നിർമ്മിച്ച മന്നസ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചായിരുന്നു ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഇരുവരുടെയും വ്യക്തിപരമായ പ്രസ്താവനകൾ യാതൊരുവിധ മറുപടിയും അർഹിക്കുന്നില്ലെന്നായിരുന്നു ഇതിനോട് ജി സുകുമാരൻ നായർ പിന്നീട് പ്രതികരിച്ചത്. ചില രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനോ പ്രവേശിക്കുന്നതിനോ ആർക്കും യാതൊരുവിധ വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ VVIP സന്ദർശന വേളകളിൽ സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കണമെന്ന് പറയുന്നത് സ്വാഭാവികമാണ്. NSS ഒരു ക്ഷേത്രം പോലെ കാണുന്ന വിശുദ്ധമായ സ്ഥലമാണ് മന്നം സമാധി. അവിടെ സുരക്ഷയുടെ ഭാഗമായി നായ്ക്കളെ കൊണ്ടുവന്നുള്ള പരിശോധനകൾ നടത്തുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടിലായിരുന്നു NSS നേതൃത്വം. ഈ തർക്കങ്ങളുടെ തുടക്കം മുൻപ് നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേരള സന്ദർശനത്തിനിടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ NSS അനുമതി നൽകിയിരുന്നില്ല. ഇതിലുള്ള അമർഷമായിരുന്നു ഡൽഹിയിലെ ചടങ്ങിൽ അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചത്. നിങ്ങളാണ് എല്ലാമെന്ന് വിചാരിക്കരുത്, നിങ്ങളിപ്പോൾ എല്ലാം ആയിരിക്കുന്നത് മന്നത്ത് പത്മനാഭന്റെ സംഭാവനകൾ കാരണമാണ്. താൻ ജനറൽ സെക്രട്ടറിയാണെന്ന് പറഞ്ഞ് മന്നം സമാധിയിലേക്ക് ഇന്നയാൾ വരരുതെന്ന് വിലക്കാൻ ആർക്കും അവകാശമില്ല എന്നായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പരോക്ഷമായ വിമർശനം. ഉപരാഷ്ട്രപതിക്ക് പിന്നാലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും NSS നേതൃത്വത്തിനെതിരെ കടുത്ത വാക്കുകളുമായി രംഗത്തെത്തുകയായിരുന്നു. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്നും ഒന്നുകിൽ അവിടെ ഇരിക്കുന്നവർ സ്വയം ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ കാലം അവരെ ശുദ്ധീകരിക്കുമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം.